ഇന്ന് ഉപയോഗിക്കുന്ന പീരിയോഡിക് ടേബിളിനോട് ഏറ്റവും സാമ്യതയുള്ള ആവർത്തന പട്ടിക ആദ്യമായിട്ട് തയ്യാറാക്കിയത് റഷ്യൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡിമിട്രി ഇവാനോവിച്ച് മെൻഡലീവ് ആണ്. അതിനാൽ തന്നെ ആവർത്തന പട്ടികയുടെ പിതാവെന്ന് ഇദ്ദേഹത്തെ കണക്കാക്കുന്നു. ഇദ്ദേഹത്തിന്റെ ജീവിതത്തെപ്പറ്റി കുറച്ചറിയാനായിട്ട് നമുക്ക് ശ്രമിക്കാം. സൈബീരിയയിലെ ടോബ്ലോസ്കിൽ വെർക്ക് അരംസ്വാനി എന്നുള്ള ഗ്രാമത്തിൽ ഇവാൻ പാപ്ലോവിച്ച് മെൻഡലീവിൻ്റെയും മരിയ സിമിറ്റേവ്ന മെൻഡലീവിൻ്റെയും ഇളയ മകനായിട്ട് 1834 ഇദ്ദേഹത്തിന്റെ ജനനം. തത്വശാസ്ത്രം, ലളിതകല എന്നിവ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകനായിരുന്ന മെൻഡലീവിന്റെ പിതാവിന്റെ കാഴ്ചശക്തി നഷ്ടമായതിന്റെ പേരിൽ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയുണ്ടായി. ഇതോടുകൂടി അമ്മ മരിയയ്ക്ക് കുടുംബഭാരം മുഴുവൻ പേറേണ്ടി വന്നു. അതോടുകൂടി അവർ അടഞ്ഞുകിടന്നിരുന്ന അവരുടെ കുടുംബവകയായിട്ടുള്ള ഗ്ലാസ് ഫാക്ടറി തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ തുടങ്ങി. എന്നാൽ 13-ാം വയസ്സിൽ മെൻഡലീവിന് തൻ്റെ പിതാവിനെ നഷ്ടപ്പെടുകയും ഗ്ലാസ് ഫാക്ടറിക്ക് തീപിടിക്കുകയും ഉണ്ടായ ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം ടാബ്ലോസ്കിലെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായ ജിംനേഷ്യത്തിൽ വിദ്യാഭ്യാസത്തിനായിട്ട് മെൻഡലീവ് പോകാനായി തുടങ്ങി. 1849 മെൻഡലീവിന്റെ കുടുംബം സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് താമസം മാറ്റി. 1850 സെന്റ് പീറ്റേഴ്സ്ബർഗിലെ മെയിൻ പെഡഗോജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന മെൻഡലീവ് 1855 ക്ഷയരോഗം ബാധിക്കപ്പെട്ടതിനാൽ കരിങ്കടലിന്റെ വടക്കേ തീരത്തുള്ള ക്രിമീവിലേക്ക് താമസം മാറ്റി. അവിടെ അദ്ദേഹം ഒരു ശാസ്ത്രാധ്യാപകനായിട്ട് പ്രവർത്തിച്ചിരുന്നു. 1857 പൂർണ്ണ ആരോഗ്യവാനായതിനു ശേഷം അദ്ദേഹം തിരിച്ച് സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് വന്നു. 1861 ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരു പുസ്തകം അദ്ദേഹം പബ്ലിഷ് ചെയ്തു. 1862 തൊട്ടടുത്ത വർഷം തന്നെ ഇദ്ദേഹം തന്റെ ജീവിത സഖിയായിട്ടുള്ള പിയോസോവ നിക്കിഷീന ലെഷേവിയെ കണ്ടെത്തി. 1864-65 കാലഘട്ടങ്ങളിൽ സെന്റ് പീറ്റേഴ്സ്ബർഗ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും സെന്റ് പീറ്റേഴ്സ്ബർഗ് സർവകലാശാലയിലും പ്രൊഫസറായി സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം ഇതിനിടയിൽ തന്നെ ഡോക്ടർ ഓഫ് സയൻസ് എന്ന ബഹുമതി നേടിയിരുന്നു. 1867 മുതൽ സെന്റ് പീറ്റേഴ്സ്ബർഗ് യൂണിവേഴ്സിറ്റിയിൽ ഇനോർഗാനിക് കെമിസ്ട്രി പഠിപ്പിക്കാൻ തുടങ്ങിയ ഇദ്ദേഹം 1871 ആയപ്പോഴേക്കും ആ സ്ഥാപനത്തെ ലോക പ്രശസ്ത ഗവേഷണ കേന്ദ്രമാക്കി മാറ്റിയെടുക്കാനായിട്ട് പ്രവർത്തിച്ചു. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ അധ്യാപന കാലത്താണ് ഇദ്ദേഹം ആദ്യമായിട്ട് ആവർത്തന പട്ടികയിലേക്കുള്ള പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ കണ്ടെത്തിയത്. തൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായിട്ട് ഇദ്ദേഹം 2 വോള്യങ്ങളിലായിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് കെമിസ്ട്രി എന്ന പേരിലുള്ള ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു. ഇതിലായാണ് ആവർത്തന പട്ടികയുടെ ആദ്യത്തെ പരാമർശം അദ്ദേഹം നടത്തിയത്. മൂലകങ്ങളെ അവയുടെ ആറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചു കഴിഞ്ഞാൽ അവയുടെ സ്വഭാവത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ആവർത്തനം വരുന്നുണ്ട് എന്നുള്ളൊരു നിരീക്ഷണമാണ് നമ്മൾ ഇന്ന് കാണുന്ന ആവർത്തന പട്ടികയിലേക്ക് നയിച്ചത്.